അല്ലാഹു വൃത്തിയുള്ളവനാണ്, അവൻ ശുദ്ധിയുള്ളവനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാ, അവൻ നമ്മളോട് വൃത്തിയുള്ളവനാ, നമുക്ക് ആഹ്വാനം നൽകുകയാണ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുസ്ബിഹുൽ വുളുആ. ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി ഉളുവ് പരിപൂർണമായ നിലയിൽ പൂർത്തീകരിച്ചാൽ അവന്റെ അവസാനത്തിൽ ഉളുവിന്റെ പര്യവസാനത്തോടുകൂടി അവൻ പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന. ഉളുവിന് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി ഉളുവെടുക്കുമ്പോ ഉളുവെടുത്തതിന് ശേഷം പരിപൂർണമായ നിലയിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഉളുവെടുത്തതിന് ശേഷം, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹില്ല നാഥാ, നിന്റെ പ്രവാചകൻ അന്ത്യപ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലാ. ആരാണോ ഉളുവിന് ശേഷം ഈ ഒരു ഷഹാദത്ത് കലിമ ചൊല്ലുന്നത്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽ അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. വല്ല ചെലവുണ്ടോ? വല്ല ചെലവുണ്ടോ? ഒന്നുമെടുത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോഴേ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. പക്ഷെ എങ്ങനത്തെ ഒതു? നല്ല രീതിയിലുള്ള ഒന്നുമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചുമ്മാ എങ്ങനെങ്കിലൊക്കെ ചാടി പിടിച്ചിട്ട് പോയിട്ട് വന്നു ഒരു ഉടായിപ്പുണ്ടല്ലോ, ആ പരിപാടി നടക്കുമല്ലോ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലാ യഗ്സിലു റിജ്ലൈഹി. ഒരാൾ കാല് കഴുകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹം ഒളുവെടുക്കുന്നു. ഒളുവെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ ഉൾഭാഗം കഴുകുന്നില്ല, നനയുന്നില്ല. ശ്രദ്ധ. അതേപോലെ ഉപ്പൂറ്റിയുടെ ഭാഗം നനയുന്നില്ല, അശ്രദ്ധയോടെ അദ്ദേഹം ഒതുവെടുത്തു, നേരെ നിസ്കരിക്കാൻ പോകുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ ഔ ബുതൂനിൽ അഖദാം. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒതുവെടുക്കുന്നവരെ നാശമാണ്, നാശമാണ്, നരകമാണ്, നരകമാ. അവരുടെ ഉപ്പൂറ്റിയുടെ ഭാഗങ്ങളും അവരുടെ ഉൾഭാഗങ്ങളും കാലിന്റെ ഭാഗം, കാലിന്റെ അടിഭാഗവും കഴുകാതെ നനയാതെ ഒളുവെടുക്കുന്നവരെ അവർക്ക് നാശമാണ്, നാശമാണ്. നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് നമ്മുടെയൊക്കെ പള്ളിയിൽ ഈ ഹൗലിന്റെ പരിസരത്ത് ഒരുമാതിരി ഉണ്ടപ്പൊരി പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഉരുണ്ടിക്ക് സാധനം. എന്തിനാന്ന്? ഈ കാലിന്റെ തള്ള അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓടി വരുന്നവരങ്ക ഓടി ഇങ്ങോട്ട് വരും നിസ്കരിക്കാൻ വേണ്ടിട്ട്, എങ്ങനെ പുറത്തുനിന്ന് ഓടി വരിക. അപ്പൊ ഇമാമ റുക്കൂലാണ്, അപ്പൊ കാല് കഴിവല്ലോ കൈ കഴിവല്ലോ, എനിക്ക് റുക്കൂ കിട്ടണം, നിസ്കരിക്കണം, അവൽ തക്ബീർ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് കിട്ടുന്ന വെള്ളം വെച്ച് കഴുകുക പോവാ. അപ്പൊ അതിന്റെ അവിടെ ഇവിടെ ഒന്നും കഴുകിയിട്ടില്ല, നനഞ്ഞിട്ടില്ല. അവൻ പോയിട്ട് നേരെ നിസ്കരിക്കാൻ പോയാൽ അവന് നരകമാണത്. ധൃതി വെച്ചിട്ട് കാര്യമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, إذا أتاكم الصلاة فلا تأتوها وأنتم تسعون. إذا أتيتم الصلاة فلا تأتوها وأنتم تسعون وعليكم بالسكينة أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നിങ്ങൾ സമാധാനത്തോടെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണമേ. ഒളുവ് പൂർത്തിയാക്കി നമസ്കാരത്തിലേക്ക് ഒരാൾ കടന്നാൽ അവൻ നമസ്കാരത്തിലാണ്, അവൻ നമസ്കാരത്തിലാണ്, അവൻ ധൃതി പിടിക്കേണ്ടതില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒളുവെടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ നമസ്കാരത്തിൽ ഇമാമ റുക്കൂലാണ്, ഓടണ്ട. നീ ഒളുവെടുത്തിട്ട് മുതൽ നീ നമസ്കാരക്കാരനാണ്. നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്, നീ നിസ്കാരക്കാരനാണ് ഒളുവെടുത്തിട്ട് മുതൽ. അതുകൊണ്ട് നീ ഓടാൻ നിൽക്കണ്ട. വഅലൈക്കും ബിസ്സക്കീന, സമാധാനായിട്ട് പോ. ഇദാ അദ്റക്തും ഫസല്ലൂ വഇദാ ഫാതകും ഫാതിമ്മൂ. കിട്ടിയ നിസ്കാരം നിസ്കരിക്കുക, കിട്ടാത്തത് പൂർത്തീകരിക്കുക, ഓടണ്ട. ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ന്യായവും നീതി അതാണ്.
നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള നിസ്കാരം ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. നമസ്കാരം അള്ളാഹ് പറയുന്ന പോലുള്ള നിസ്കാരം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലുള്ള നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഞാൻ നിസ്കാരക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിസ്കാരക്കാർക്ക് നരകം, ഒളു കൊടുക്കുന്നവനൊക്കെ നരകം എന്നൊക്കെ പറഞ്ഞത്. നമസ്കാരക്കാരെന്ന് പറഞ്ഞ 5 രീതിയിലാണ്. ഒന്ന് മുആഖബ്, മുഹാസബ്, മുഖറബുൻ മിർ റബ്ബിഹി, മുസാബുൻ മുകഫറുൻ അൻഹു. 5 കാര്യങ്ങളാണ്. അത് വിശദീകരിക്കലല്ല നമ്മൾ ലക്ഷ്യം. മുആഖബ്, ഒന്ന് നമസ്കാരക്കാരന് ശിക്ഷ. 2 മുഹാസബ്, നിസ്കാരക്കാരൻ വിചാരണയ്ക്ക് വിധേയനാകപ്പെടും, വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരും. 3 മുകഫറുൻ അൻഹു, അല്ലാഹ് പുറത്തു കൊടുത്തേക്കാം. 4 മുസാബുൻ, കൂലി ലഭിച്ചേക്കാം. 5 മുഖറബുൻ മിർ റബ്ബിഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച നമസ്കാരക്കാരൻ. ആ നമസ്കാരക്കാരെയാണ് ഈ 5 കൂട്ടരിൽ അല്ലാഹ് ഇഷ്ടം. 1 മുഹാസബ്, വിചാരണയ്ക്ക് നിൽക്കണം നിസ്കരിച്ചവൻ. 2 മുആഖബ്, ഇടികൊള്ളണം നിസ്കരിച്ചവൻ. 3 മുസാബ്, കൂലി കിട്ടും, പ്രതീക്ഷിച്ചോ, ക്യൂ നിന്നോ, കൂലി കിട്ടാൻ സാധ്യതയുണ്ട്. 4 മുകഫറുൻ അൻഹു, ചിലപ്പോ അള്ളാഹ് പുറത്തു കൊടുത്തേക്കാം, ക്യൂ നിന്നോ പൊറുക്കാൻ സാധ്യതയുണ്ട്. 5 മുഖറബുൻ മിർ റബ്ബിഹി അസ്സ വജല്ല, തീർച്ചയായും അള്ളാഹുമായുള്ള സാമീപ്യം സിദ്ധിച്ച നിസ്കാരക്കാരൻ, അവനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ 5 കാര്യത്തിൽ അവസാനം പറഞ്ഞ ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടത്. പ്രവാചകന്മാരുടെ നിസ്കാരം അതായിരുന്നു, ഔലിയാക്കളുടെ നിസ്കാരം അതായിരുന്നു, സാലിഹീങ്ങളുടെ നിസ്കാരം അതായിരുന്നു. അതാണ് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുക. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا. ഭവ്യതയോടെ, എളിമയോടെ, എളിമത്വത്തോടെ, വിനയത്തോടെ, ഖുശൂഓടെ, ഹുദൂഓടെ അല്ലാഹുവായി ഇബാദത്തിൽ ബന്ധപ്പെട്ട നിസ്കാരക്കാരൻ. അതാരാണ്? സക്കരിയ നബി. അല്ലാഹ് പരിചയപ്പെടുത്തിയല്ലേ ഇങ്ങനത്തെ ഒരാളിനെ. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അങ്ങനെ അഭവ്യതയോടുകൂടിയുള്ള, ഖുശൂഓടുകൂടിയുള്ള, ഹുദൂഓടുകൂടിയുള്ള അതാണ് നിസ്കാരം. അതാണ് നമ്മൾ നിസ്കാരം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഇദാ ഹളറത്തിസ് സ്വലാ യതലവ്വനു വജൂഹു വയതസൽസലു. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ നമസ്കാരത്തിന്റെ ബാങ്കിന്റെ മധുരമായ മൊഴി കേട്ടാൽ അവിടുത്തെ നിറം തന്നെ മാറുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കള് പറയുകയാണ്. ഉടനെ ചോദിക്കപ്പെടുകയാണ്, മാലക്കയാ അമീറുൽ മുഅ്മിനീൻ, ഏ അമീറുൽ മുഅ്മിനീനെ, അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? ഉടനെ മഹാനായ അലിയാര് തങ്ങളെ പറയുകയാണ്, ഖദ് ഹാനത്തിസ് സ്വലാ അറളഹല്ലാഹു അസ്സമാവാതി വൽ അർള വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹാ വഹമൽതുഹാ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ ശരീരത്തിന്റെ നിറവ്യത്യാസങ്ങൾ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാ, എന്തേ മഹാനവറുകളെ, അവിടുത്തെ ഭാവവ്യത്യാസം കണ്ടുകൊണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണല്ലോ. ഉടനെ മഹാനായ അലിയാര് തങ്ങൾ പറയുകയാണ്, ഖദ് ഹാനത്തിസ് സ്വലാ, നമസ്കാരം എന്ന് പറയുന്ന അമാനത്തുണ്ടല്ലോ, ആ അമാനത്തിന്റെ സമയം ഇതായെത്തിയിരിക്കുകയാണ്. ഏതാണ് ആ അമാനത്ത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 7 ആകാശങ്ങളോടും 7 ഭൂമികളോടും അവയെ താങ്ങി നിർത്തിയിരിക്കുന്ന പർവ്വത സ്ഥാനുക്കളോടും ഈ അമാനത്ത് എന്ന് പറയുന്ന നമസ്കാരം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു ചോദിച്ചപ്പോ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല നാഥാ, ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല നാഥാ എന്ന് പറഞ്ഞ 7 ആകാശങ്ങളും അങ്ങനെ വിസമ്മതിച്ച 7 ഭൂമികളും പർവ്വത സമുച്ചയങ്ങളും വിസമ്മതിച്ച ആ നമസ്കാരം എന്ന് പറയുന്ന അമാനത്ത്
അമാനത്ത്, ഏ സഹാബത്തെ ഹമൽതുഹാ, ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാ. ലാ അദ്രി കൈഫ ഉഅദ്ദിഹാ, അതെങ്ങനെ നിറവേറ്റണമെന്ന് എനിക്കറിയില്ല സഹാബ. അതാണ് എന്നെ കുഴപ്പിച്ചത്. 7 ആകാശവും 7 ഭൂമിയും പർവ്വതങ്ങളോടും അള്ളാഹു പറഞ്ഞു പറ്റുമോ നിസ്കരിക്കാൻ, നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാൽ ധിക്കാരത്തോടെ അല്ല, നീ പറയുന്നത് പോലെ സ്വീകരിച്ച് ആ വഴിപ്പെട്ട് കൊണ്ടുവരാനുള്ള താക്കത്ത് ഞങ്ങൾക്കില്ല അള്ളാഹ്. അതാണ് എന്റെ അർത്ഥം. അല്ല അള്ളാഹുവിനൊക്കെ ധിക്കാരം കാണിച്ചെന്നല്ല. അങ്ങനെ അത്രയ്ക്ക് ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തമാണത്. അതുകൊണ്ടാണ് മലകൾ ഏറ്റെടുക്കാത്തത്, ആകാശങ്ങൾ ഏറ്റെടുക്കുക. നമ്മളങ്ങോട്ട് ഓടി പോവാ. എന്തേ നേരത്തെ കച്ചവടമൊക്കെ എങ്ങനെ ഒതുകൊടുക്കുക, എന്താ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നേ? ഓ പൈസ ഒന്ന് മാറാടെ പോയി എന്നിട്ട് ഒന്നും കിട്ടിയില്ലേ, 2000 രൂപ കിട്ടിയിട്ട് എന്താ ചെയ്യാനാ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നാളെ പോട്ടെ, എന്തായാലും നാളെ എന്തായാലും ഞാൻ റിസർവാങ്കിലും മലയാളിനെ വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒതുവഴി ഇയാടെ ഒതുവാ ഇപ്പൊ കണ്ട സംഭവം മനസ്സിലായില്ലേ? 21-ാം നൂറ്റാണ്ടിലെ ഒതു, റിസർവ് ബാങ്ക് ഒതു. ആ ബാങ്ക് ഒതുകൊടുത്തിട്ട് അയാൾ നിസ്കരിക്കാൻ പോകുന്നത്. എന്ത് നിസ്കാരം? ഇയാൾക്ക് എന്ത് നിസ്കാരം എന്നാലും ഒതുവിന്റെ ഏതെങ്കിലും നിയമങ്ങൾ പാലിച്ചിട്ടാണ് ഇയാൾ നിസ്കരിക്കുന്നത്? ഓടി വരികയാണ് ധൃതി പിടിച്ചിട്ട്. ഇവിടെ ബാങ്ക് വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് പേടിയാണ്, വിറയൽ വരും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വിറയ്ക്കും. ഉമർ റളിയല്ലാഹു ബാങ്ക് വിളിക്കുമ്പോ തന്നെ വിറയൽ തുടങ്ങും. പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കും. എന്ത് നിങ്ങൾ എന്ത്? അമാനത്തിന്റെ സമയത്ത് അതെങ്ങനെ നിറവേറ്റണമെന്ന് എനിക്കറിയില്ല. അതാണ് പേടി. നമുക്കൊല്ല പേടിയുണ്ടോ? ആർക്കേലും എന്തെങ്കിലും പേടിയുണ്ടോ? കയറി കണ്ട് നിസ്കരിക്കുക, മൊബൈൽ ഓഫ് ആക്കുക, ആരാ കോൾ വരുന്നത് നോക്കുക, സമയം നോക്കുക, നേരെ വാച്ച് വെച്ചിട്ടുണ്ട് മെമ്പറിന്റെ മെഹ്റാബിന്റെ ഇടയിൽ അങ്ങോട്ട് നോക്കുക. മുസ്ലിയാർ നീട്ടി ഇച്ചിരി ആയത്തോതിയാൽ ഒടുക്കത്തെ ഇയാളുടെ ആയത്ത് ഇത്രയും നാളും കിട്ടാത്ത ഇപ്പോഴയാൾക്ക് ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് എന്തെല്ലാം ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ്? നമ്മളെല്ലാം നിസ്കാരക്കാരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരെ ഒക്കെ നമ്മളെ വരച്ചു കാണിച്ചു തരുന്നത് അവരുടെയൊക്കെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന്. അവർക്ക് നിസ്കാരം എന്തായിരുന്നു? സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം, അലി അല്ലാഹുവിന്റെ നിസ്കാരം, ഉമർ അല്ലാഹുവിന്റെ നിസ്കാരം, നബീന റസൂലുള്ളാഹിന്റെ നിസ്കാരം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു നിസ്കാരം, മറിയം ബിബിയുടെ നിസ്കാരം. യാ മറിയം ഖുനുതി ലിറബ്ബിക വസ്ജുദി വർകഈ മഅറാകിഈൻ. പെണ്ണുങ്ങൾക്ക് ഉപദേശം. മറിയം ബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരിചയപ്പെടുത്താണ്. മറിയമേ, നീ നമസ്കരിക്ക്, നീ സുജൂദ് ചെയ്യ്, നീ റുക്കൂഅ് ചെയ്യ്. മറിയം ബി അല്ലാഹു തആല പരിചയപ്പെടുന്നു. നീ അല്ലാഹയെ വഴിപ്പെട്, അല്ലാഹയെ അനുസരിക്ക്. സൈനബ് റളിയല്ലാഹു തആല അൻഹാ പാതിരാത്രി നമസ്കാരം നിലനിർത്തുന്ന ഒരു മഹദിയായിരുന്നു. അവരുടെ നമസ്കാര മുറിയിൽ ഒരു 2 തൂണുണ്ടായിരുന്നു. ആ 2 തൂണിൽ ഒരു കയറ് വലിച്ചു കെട്ടുമായിരുന്നു. അവർ സുന്നത്ത് നമസ്കരിച്ച് ക്ഷീണിക്കുമ്പോ ആ കയറിൽ പിടിച്ച് അല്പസമയം വിശ്രമിക്കുമായിരുന്നു. അവർക്ക് അല്പം ആശ്വാസം ലഭിച്ചാൽ വീണ്ടും നമസ്കാരത്തിലേക്ക് തുടങ്ങുമായിരുന്നു. വീണ്ടും തുടക്കം കുറിക്കും. അതാണ് അവരുടെ നിസ്കാരം. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ സീരിയലിന്റെ മുന്നിലാണ്. അല്ലാഹു അക്ബർ. അതിന്റെ മുന്നിൽ അതിന് ഇടവേള വിടുമ്പോ, ഇന്റർവെൽ വിടുമ്പോ പോയിട്ട് നിസ്കരിക്കാൻ പോകും. ആ സമയത്തുള്ള നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട മഹദി അവരുകളൊക്കെ കയറിലിങ്ങനെ പിടിക്കും അല്പസമയം സുന്നത്ത് നിസ്കാരം. അതാണ് അവരുടെ ഒക്കെ നിസ്കാരം. ഭയങ്കരമായ നിസ്കാരം. അതൊക്കെ അല്ലാഹയെ പേടിച്ചിട്ടുള്ള നിസ്കാരമാ. നമ്മൾ അല്ലാഹയെ പേടിച്ചിട്ടുള്ള നിസ്കാരമല്ല. നമ്മളെവിടെ അല്ലാഹയെ പേടിച്ച് നിസ്കരിക്കുന്നത്? ആരാ അല്ലാഹയെ പേടിച്ച് നിസ്കരിക്കുന്നത്? അല്ലാഹയെ പേടിച്ചിട്ട് നിസ്കരിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ മൊബൈൽ ഓഫാക്കാൻ മറന്നു പോകുന്നു. പിന്നെ എങ്ങനെ അല്ലാഹയെ പേടി വരിക? അല്ലാഹയെ പേടി. എന്നിട്ട് അടിക്കുന്ന സമയത്ത് ഇപ്പൊ നെക്കിയാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഇങ്ങനെ അവിടെ ഇവിടെ കണ്ടുപിടിച്ച് അതൊക്കെ ഉറയ്ക്കാനും എടുക്കാനും അങ്ങനെ അത് ഇത്ര അനക്കമാണ്. അതോടുകൂടിയാണ് നിസ്കാരം തന്നെ ബാത്തിലായി പോയില്ലേ സംഭവം. എങ്ങനെ ഖുശൂ കിട്ടും? അതുകൊണ്ടാണ് അല്ലാഹ് പ്രത്യേകം പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂ ഉള്ളവരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കും. ആ പറഞ്ഞിടത്ത് അതാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കുള്ള നമസ്കാരം ഖുശൂ ഹൃദയമായി അല്ലാഹുമായുള്ള ബന്ധമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നേരിട്ട് സംസാരിക്കാൻ ഒരു തർജുമാൻ, ഒരു ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. അതേപോലെ മറ്റൊരാളുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല.
ഒരു മറയുടെ ആവശ്യമില്ല. നേരിട്ട് രാജാവുമായി സംസാരിക്കാനുള്ള പൂർണ്ണമായ ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുന്നത് നമസ്കാരത്തിലൂടെ മാത്രമാണ്. എന്തും പറയാം അള്ളാഹയോട്, എന്തും പറയാം. ഒരിക്കലും അള്ളാഹ് പറ്റൂല ദാസനെ എന്ന് പറയൂല, പറ്റൂല എന്ന് അള്ളാഹു ഒരിക്കലും പറയൂല. കാരണം എന്താ? അള്ളാന്റെ അരികിൽ വന്നിരിക്കുകയാണ് നേരിട്ട്. ഇപ്പൊ നമ്മളിപ്പോ മെമ്മോറാണ്ടം കൊടുക്കാൻ മോഡി എടുത്ത് പോയി, മോഡി എടുത്ത് നേരിട്ട് പോയി, നേരിട്ട് കേസുകൾ നടത്താൻ പാടില്ല, പരിഗണിക്കാം, നോക്കാം എന്നേ പറയുള്ളൂ. അതല്ലാതെ ഇറങ്ങിപ്പോരാ, നിങ്ങളുടെ താര് പറഞ്ഞോട്ട് വരാൻ ഇപ്പം നിങ്ങളോട് തീരുമാനിച്ചൊരു കാര്യമാണ്. ഇയാൾ താര് പറഞ്ഞ് പേപ്പർ എടുത്തോണ്ട് ഇറക്കി വിട് എന്നാരെങ്കിലും പറയോ? മോഡി നേരിട്ട്. എന്നാൽ മോഡിയെ കാണുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇപ്പൊ കാണാൻ പറ്റൂല, ഇപ്പൊ അദ്ദേഹം തിരക്കിലാണ്, മീറ്റിംഗിൽ അങ്ങനെയാണെന്ന് പറയാം. ഈ വിഷയങ്ങൾ അതൊക്കെ ഞാൻ കൊടുക്കാം, അത് സ്വീകരിക്കട്ടെ, ഞാൻ കൊടുക്കാം, അതേ പറയുള്ളൂ. നേരിട്ട് നിങ്ങൾ ഒരാളെ കണ്ടാൽ അദ്ദേഹം ഒരിക്കലും നിരാശയുടെ വാക്ക് പറയൂല. പൈസക്കാരനെ നമ്മൾ പോയി കണ്ടു, പള്ളിയുടെ മിനാരം പണിയണം, ഹാജിയാരെ നിങ്ങളെ നോക്കിയിരുന്ന എത്ര നാളും, അല്ലാഹു നിങ്ങളല്ലേ 2-3 പള്ളിക്കൊക്കെ മിനാരം പണിഞ്ഞെടുത്തത്, നിങ്ങളില്ലെങ്കിൽ പിന്നെ മിനാരം പൊങ്ങൂല, അതുകൊണ്ട് കാര്യമായ രീതിയിൽ നിങ്ങളൊന്ന് സഹായമൊക്കെ ചെയ്യണം. നേരിട്ട് പോയി കണ്ടു. ഉസ്താദ്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഉസ്താദ്മാരൊക്കെ വന്നതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പരിഗണിക്കാം. അടുത്ത മാസം ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരും, അന്നേരം നിങ്ങൾ നേരിട്ട് വന്നാൽ മതി, നമുക്ക് വേണ്ടതുപോലെ എന്തായാലും കൈകാര്യം ചെയ്യാം. തരത്തില്ല അതൊരു വിഷയം, എന്നാലും പറയുന്ന വാക്കെന്താ? ഇൻഷാ അല്ലാഹ് നമുക്ക് കൈകാര്യം ചെയ്യാം. നേരിട്ടായതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും ഒക്കെ പാറാവുകാരനോട് കാക്ക വന്നാ നമുക്ക് മിനാരത്തിന്റെ കാര്യം പറയാനാ, അപ്പൊ കാക്ക ഇല്ലാന്ന് പറയില്ലെന്ന് പറ. ഇടയ്ക്ക് വേറെ ആൾ തർജ്ജമ വന്നപ്പോ ത്രൂ ആയിട്ട് കണ്ടാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഗണിക്കാമെന്ന് പറയും. പരിഗണിച്ചാലും പരിഗണിച്ചില്ലെങ്കിലും ഒരാൾ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ നിരാശയുടെ വാക്ക് പറയില്ല. അതാണ് അള്ളാഹ്. നിസ്കാരത്തിൽ അള്ളാഹുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ്. അവിടെ ഇടയ്ക്ക് തർജ്ജമാനില്ല, അവിടെ ഇടയ്ക്കൊരു മറയില്ല. ആ അള്ളാഹുവിന്റെ മുന്നിലാണ് നമ്മുടെ ദുനിയവി ഉഖ്റവിയായ വിഷയങ്ങൾ എടുത്തു പറയുന്നത്. ആ പടച്ചവനെ പുകഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ തുടക്കം. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റിത്തരാൻ നീ മാത്രമേ യോഗ്യനുള്ളൂ അല്ലാ, അതുകൊണ്ട് നീ നിറവേറ്റിത്തരണമെന്ന് ആത്മാർത്ഥമായ റബ്ബിന്റെ മുന്നിൽ നമ്മൾ പൊട്ടി പൊട്ടി കരഞ്ഞു പറയുകയാണ്. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും അത് തട്ടിക്കളയുകയില്ല. അതാണ് മുനാജാത്ത്, അതാണ് സക്കറിയ നബിയുടെ നിസ്കാരം. ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയാ. എത്ര കാര്യങ്ങളെ ചോദിച്ചത് സക്കരിയ നബി, എല്ലാം കൊടുത്തില്ല അല്ലാഹ്, എല്ലാം അല്ലാഹ് കൊടുത്തില്ലേ? ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല അർ-റഅസ് വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവേ, എന്റെ ശരീരമാ സകലം ക്ഷയിച്ചുപോയി നാഥാ, എന്റെ ശരീരത്തിനെ താങ്ങി നിർത്തിയിരിക്കുന്ന അസ്ഥികൂടങ്ങൾ തുരുമ്പിച്ചു പോയി അല്ലാ, എന്റെ ശരീരത്തിലുള്ള രോമകൂമങ്ങൾ നരച്ചുപോയി നാഥാ. പക്ഷേ നിന്നോടുള്ള ആരാധനയുടെ വിഷയത്തിൽ ഞാൻ പുറകോട്ട് പോകില്ല നാഥാ, പുറകോട്ട് പോകില്ല നാഥാ. ഫഹബിനി മില്ലദുങ്ക വലിയാ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജ്അൽഹു റബ്ബി റളിയാ. സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കരമായിട്ട് ചോദിച്ചു, അല്ലാഹ് എനിക്ക് അങ്ങനത്തതാ ഇങ്ങനത്തെ അല്ലാ റബ്ബേ, നീ പൊരുത്തപ്പെട്ടൊരു മോനേത്താ അല്ലാ, എൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, നിന്നോടുള്ള ഈ ദഅവത്ത് ഇത് ലോകത്ത് നടപ്പിലാക്കാൻ ഒരാളെ താ പടച്ചവനെ, നല്ലൊരു കുട്ടിയെത്താ അല്ലാ. എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു നിസ്കാരത്തില്. കാരണം എന്താ? നേരിട്ട് അള്ളാഹുടെ മുനാജാത്തിനൊരു അവസരമല്ലേ നമസ്കാരം. അത്തഹിയാത്ത് ഓതുമ്പോ നമസ്കാരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഗഫിർ ലീ മാ ഖദ്ദംതു വമാ അഖറതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിം വ അൻതൽ മുഅഖിർ لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال.
അത്ര വലിയ ദുആയ നിസ്കാരത്തിൽ അള്ളാഹ് അടുത്ത് ചോദിക്കാൻ നിങ്ങൾക്ക് അറിയോ? അർത്ഥം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റും അറിയാത്തത്. അർത്ഥം അറിഞ്ഞൂടെ നമുക്കൊന്നും പോയി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ പല രീതിയിലാണ്. അതിന്റെ അർത്ഥം നമുക്ക് അറിയാത്തതുകൊണ്ടല്ലേ നിസ്കാരത്തിലാ ചോദ്യം ഓർത്തോ, വേറെ ചിന്തയൊന്നുമില്ല. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹദിനി വഅഫ്നി. എന്താ അതിന്റെ അർത്ഥം? നിസ്കാരത്തില് നമ്മുടെ ഖൽബ് ലാഹിയല്ല, ഗഫലത്തിലല്ല, ഒന്നുമല്ല. നമ്മുടെ ഖൽബ് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആര് വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കൂല. ത്രൂ അള്ളാഹുള്ള ബന്ധം. ആ സമയത്ത് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹദിനി വഅഫ്നി. സുഗന്ധ അല്ല, ആഫിയത്ത് അല്ല, ആരോഗ്യം എന്താ അല്ല, ഭക്ഷണം എന്താ അല്ല, ചാപ്പാട് അല്ല, പൈസ അല്ല, ഹിദായത്ത് അല്ല, വീട് അല്ല, കുടുംബം അല്ല, പുറത്ത് അല്ല, വിട്ടുവീഴ്ചയല്ല. പടച്ചവനോട് എന്തൊക്കെ കാര്യം നമ്മൾ പറയുന്നു. നിസ്കാരത്തിൽ കുത്തിരുന്നു ദ്വാരക്ക അല്ലാഹുമ്മ ഗ്ഫിർ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹ്, ഞാൻ മുമ്പ് ചെയ്തത്, നിസ്കാരത്തിന് മുമ്പൊക്കെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പഠിച്ചന 2013 ഞാൻ ഭയങ്കര കള്ളനായിരുന്നു. അല്ലാഹ്, ഭയങ്കര തെമ്മാടിയായിരുന്നു പഠിച്ചന. അപ്പൊ ഞാൻ മുമ്പ് ചെയ്തത്, ശേഷം ചെയ്യുന്നത്, നീ ചെയ്യാൻ പോകുന്നത്, അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യത്തിൽ ചെയ്തത്, പരസ്യത്തിൽ ചെയ്തത്, അല്ലാഹ് നിനക്കറിയാലോ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാ ചെയ്തു കൂട്ടും നിനക്കറിയാലോ പഠിച്ചവനെ. നീ പുറത്തത് അല്ലാഹ്, പുറത്തത് അല്ലാഹ്. അള്ളാഹ്ക്ക് അങ്ങ് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെടും. അങ്ങോട്ട് നിസ്കാരത്തിൽ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ്. മറ്റേ നിസ്കാരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആരല്ല ഖൗഫോടുകൂടിയാ ചോദിക്കുന്നത്. ഖൗഫ് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കുമ്പോൾ എല്ലാം കോട്ട് പഠിച്ചുകൊണ്ടിരിക്കും. 3 ഈച്ച അവൻ്റെ വായിക്കാത്ത തൊള്ളയിൽ കയറും. എൻ്റെ ഇടയ്ക്ക് ഇവിടെ ആർക്ക് അന്നേരം ഒരു താല്പര്യം ഉണ്ടാവും? ആര് ഇഖ്ലാസോടു കൂടിയാണ് ആമീൻ പിടിക്കുന്നത്? അർത്ഥവും നമ്മൾ മനസ്സിലാക്കുന്ന പോലുമില്ല ആര് പിടിക്കുന്നു. എന്നാൽ അത്തഹിയാത്തിൽ നമ്മൾ ആത്മാർത്ഥമായ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയവും അല്ലാഹുമായുള്ള ടച്ചാണ്, ബന്ധമാണ്. ഖബറിൽ നീ എനിക്ക് രക്ഷതാ അല്ലാഹ്. 5 നേരം ചോദിച്ചാൽ ഒരു പ്രാവശ്യം, 5 നേരത്തിൽ എത്ര പ്രാവശ്യം എത്ര അത്തഹിയാത്തുണ്ട്, അത്ര അത്തഹിയാത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഖബറിൽ നീ രക്ഷതാ അല്ലാഹ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. നമ്മുടെ നമസ്കാരം ജീവിതത്തിൽ നമ്മൾ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്ന സമയം വരെ ഈ ദുആയിൽ ഏതെങ്കിലും ഒരു ദുആ സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് അവൻ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഖബറിൽ അവന് സന്തോഷമായി പോയി കിടക്കാം. ഏതെങ്കിലും ഒരു ദുആ സ്വീകരിച്ചാൽ മതി, ഏതെങ്കിലും ഒരു ഒക്കത്തുള്ള ദുആ സ്വീകരിച്ചാൽ മതി. രക്ഷപ്പെട്ടില്ലേ? സംഭവം കുടുങ്ങിയില്ലേ? നിസ്കാരം ഇല്ലാത്തവനോ എവിടെ പോയിട്ട് ചെയ്യും? നിസ്കാരം ഇല്ലാത്തവന്റെ മയ്യത്ത് കൊണ്ടൊന്ന് പള്ളിക്കകത്ത് കൊണ്ട് കേട്ട് നമ്മൾ അല്ലാഹു അക്ബർ കൈ കെട്ടിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വഅഫ്വൻഹു വഅഫിഹി വക്രിനുസിലു വസിമുദലു വസിലു ബിൽ മായി വതൽജി വൽ ബർദ്. അല്ലാഹുവിന്റെ നെഞ്ചത്തൊരു കുത്തോട്, അവന്റെ വയറ്റത്തൊരു കുത്തോട്, അവന്റെ ദുബറിലൊരു കുത്തോട്, അവന്റെ മോന്തയ്ക്കൊരു കുത്തോട്, അവനെ അവിടെ കൊണ്ട് കുത്തി ഇവിടെ കൊണ്ട് കുത്തി. അവൻ ജീവിതത്തിൽ നിസ്കരിക്കാതെ പള്ളിയുടെ ഫ്രണ്ടിൽ താമസിച്ചിട്ട് ജമാഅത്ത് നമസ്കാരം മുടക്കാം, പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നവനാണ്. അല്ലാഹുവേ കൊത്തിയാര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. യാ അല്ലാഹ് എടുത്തോണ്ട് പോകും. അതാണ് അവന്റെ അർത്ഥം. നിസ്കാരം ഇല്ലാത്തവനല്ലേ അവനെന്ത് നിസ്കാരം? അവനെന്ത് മയ്യത്ത് നിസ്കാരം? നിസ്കാരം ഇല്ലാത്തവന് മുസൽമാന്റെ ശിആറുമായിട്ടല്ല വരുന്നത്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഒരായത്തുമായി ഓടി വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കൊടുത്ത ആയത്താ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിൽ ഓതപ്പെടും കൂട്ടം കൂട്ടമായി ഖബറുകളിൽ നിന്ന് പല വിഭാഗക്കാരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ എന്ന് പരിശുദ്ധമായ ആയത്തിറങ്ങിയപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് കടന്നു വരികയാ. അഖ്ബിർനി അൻ ഹാദിഹിൽ ആയ, അഖ്ബിർനി അൻ ഹാദിഹിൽ ആയ.
നബിയേ, ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ കൂട്ടം കൂട്ടമായി പല വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം ഒന്ന് അറിയിച്ചു തരുമോ യാ റസൂലല്ലാഹ്? ഹബീബായ തങ്ങളുടെ സവിധത്തിൽ മുആദ് ഇബ്നു ജബൽ ഓതി കൊടുക്കുമ്പോ ഫബകാ തവീലാ, അല്ലാഹുവിന്റെ റസൂൽ കേട്ട മാത്രമേ പൊട്ടിക്കരയുകയാണ്. നിർത്തുന്നില്ല. ദീർഘനേരം അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഹത്തബ്തല്ലത സബഹു ഹത്തബ്തല്ലത ലഹയതുഹു. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ദാടി രോമങ്ങൾ മുഴുവനും നനയുകയാണ്. അവിടുത്തെ മുബാറക്കായ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന വസ്ത്രങ്ങളും ആ കണ്ണുനീരാലെ നനഞ്ഞു കുതിരുകയാണ്. നിർത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും വീണ്ടും കരയുകയാ. മുആദിനെ നോക്കിയിട്ട് പറയുന്നു, മുആദ് സഅൽത അൻ അംറിൻ അളീം, നീ ചോദിച്ചത് വല്ലാത്ത ചോദ്യമാ, നീ ചോദിച്ചത് വല്ലാതെ ദുഃഖിപ്പിക്കുന്ന ചോദ്യമാണ്, വല്ലാത്ത വേദനയുള്ള ചോദ്യമാണ് മുആദേ. നഅം അദേ യുഹ്ശറൂന ഉമ്മത്തി മിൻ ഖുബൂരിഹിം അലാ 12 സിൻഫാ. ഖിയാമത്ത് നാളാകുമ്പോ എന്റെ സമുദായത്തെ, എന്റെ വിഭാഗത്തിലെ സഹോദരീ സഹോദരങ്ങളെ 12 വിഭാഗങ്ങളായി ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവരുടെ കോലങ്ങൾ പലതരത്തിലാണ്. അതിൽ ഒരു വിഭാഗം എന്റെ സമുദായത്തിലെപ്പെട്ട അനുയായികളാ. യുഖ്റജൂന യുഹ്ശറൂന മിൻ ഖുബൂരിഹിം അലാ സൂറത്തിൽ ഖനാസിറ. ഒരു വിഭാഗം ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് പന്നിയുടെ കോലത്തിലാണ്. മുആദ്, പന്നിയുടെ രൂപത്തിലാണ്. മുആദ് ഖുൽതു ലിജിബ്രീല, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ഈ വിഭാഗം ആരാണ് ജിബ്രീലേ? ഞാൻ ചോദിച്ചപ്പോ ജിബ്രീൽ എനിക്ക് മറുപടി നൽകുകയാണ്, ഹൗലായി മിൻ ഉമ്മത്തിക യാ മുഹമ്മദ്, ഇത് അവിടുത്തെ അനുയായികളിൽപ്പെട്ട സഹോദരങ്ങളാ. യതഹാവനൂന ബിസ്സലാ, യതഹാവനൂന ബിസ്സലാ, അവർ നമസ്കാരം പാഴാക്കിയവരാണ്, നമസ്കാരം ഉദാസീനതയോട് കണ്ടവരാണ്. നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ യാതൊരു കൂസലില്ലാതെ കച്ചവടവും ദുനിയാവുമായി കഴിഞ്ഞുകൂടിയവരാ. അവർ മരണപ്പെട്ട് അവരുടെ പള്ളിയുടെ മക്ബറയിൽ അവരെ കൊണ്ടടക്കപ്പെട്ടാൽ നാളെ ഖിയാമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അവരുടെ മുഖത്തെ അല്ലാഹു പന്നിയുടെ കോലത്തിൽ രൂപപ്പെടുത്തും. അവർ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവരാണ്. മുആദ്, അത് എന്റെ ഉമ്മത്തികളാണല്ലോ, അതെന്റെ അനുയായികളാണല്ലോ, അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞതാണ്. മുആദ്, പന്നിയുടെ കോലം. മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? അപ്പോ മുസൽമാനെ അള്ളാഹു നിരോധിച്ച വസ്തുവാണ് പന്നി. 2 സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പന്നി എന്ന് ഉപയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പന്നി എന്ന് ഉപയോഗിച്ചു. ഒന്ന് വിജയിക്കാനുള്ള വഴിയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഔ ലഹ്മ ഖിൻസീർ ഫഇന്നഹു റിജ്സ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കണം, പന്നി ഇറച്ചി അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് റിജ്സാണ്, അത് മാലിന്യമാണ്, കാഷ്ടമാണ്, മൂത്രമാണ്, അത് തിന്നരുത്. ഖുർആൻ ഇതേ വാക്ക് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, റിജ്സും മിൻ അമലി ശൈത്താൻ.
ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹ് ഇവിടെ ഉപയോഗിക്കുകയാണ്, വിജയിക്കണോ യുവാക്കളെ, യുവതികളെ, വിജയം വേണമോ? ദുനിയാവിലെ വിജയമല്ല. കൈകളിൽ 2000-ന്റെ ലക്ഷങ്ങളുടെ കെട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ വിജയം കൈവരിച്ചവരെന്ന് നിങ്ങൾക്ക് പറയാം. എന്റെ മക്കൾ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയവളാണ്, 1ാം റാങ്ക് കരസ്ഥമാക്കിയവളാ. മെഡിസിനിൽ 1ാം റാങ്ക് വാങ്ങിയവളാണ്. ലോകമെമ്പാട് സന്തോഷമാണ്, സന്തോഷമാണ്. മീഡിയകളെല്ലാം എടുത്തു പറയുകയാണ്, പത്രത്തിന്റെ 1ാമത്തെ പേജിൽ വരികയാ, അത് വിജയമാണ്, വിജയമാണ്. പക്ഷേ ആഖിറത്തിന്റെ വിജയമല്ല. നമുക്ക് വേണ്ടത് ദുനിയാവിലെ വിജയമല്ല. ഈ മണ്ണടിയിലേക്ക് നമ്മളെ കൊണ്ട് വെക്കപ്പെടുമ്പോ എല്ലാവരും നമ്മുടെ മീതെ മണ്ണിട്ട് വാരിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ പിന്നീട് ഏകാന്ത ജീവിതമല്ലേ, ഏകാന്തവാസമല്ലേ? അവിടെ സുഹൃത്തുക്കളില്ല, അവിടെ സഹപ്രവർത്തകരില്ല, അവിടെ ഗുരുനാഥന്മാരില്ല, അവിടെ സഹയാത്രികരില്ല. എത്രത്തോളം കൂട്ടുകൂട്ടി നടന്നവരും നമ്മളെ പള്ളിക്കാട്ടിന്റെ ആരുടെ മണ്ണിന്റെ ഇരുണ്ട മുറിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവസാനമായി സല്യൂട്ട് ചെയ്ത് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇന്ന് നീ പോയിക്കോ, അല്ലാഹു ഉദ്ദേശിച്ചാൽ നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് മടങ്ങുന്ന വേളയിൽ അവൻ അവന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്, ഇന്നലെ വരെ എന്നോടൊപ്പം ബീച്ചിൽ വന്നവനാണ്, ഇന്നലെ വരെ എന്നോടൊപ്പം കളിച്ചവനാണ്, ഇന്നലെ വരെ എന്നോടൊപ്പം സഹകരിച്ചവനാ. അവരെന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കബറിൽ ഇറക്കിയിട്ട് ഇതാ എന്നെ പള്ളിക്കാട്ടിൽ തനിച്ചാക്കി മടങ്ങിപ്പോവുകയാ. പോകരുതേ, പോകരുതേ എന്നവന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. മഹാനായ പ്രവാചകൻ പറയുകയാണ്, ഈ മനുഷ്യൻ കബറിലേക്ക് ഇവനെ ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ വസവാ അലൈഹി തുറാബ് വൻസറഫു അൽ അസ്ഹാബു വൽ ഖാരിബ്. അവന്റെ മീതെ മണ്ണിട്ട് മൂടി അവന്റെ കുടുംബക്കാരും നാട്ടുകാരും മടങ്ങിപ്പോയാൽ യതീഹി മലക്കുന്നൊരു മലക്കിറങ്ങി വരികയാ. അവനോട് പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, തറകൂക വദഫനുക വലൗ അഖാമു ഇൻദക മാ നഫഊക. അവർ നിന്നെ ഉപേക്ഷിച്ചടോ, അവർ നിന്നെ വലിച്ചെറിഞ്ഞടോ, അവർ അവരുടെ സ്വന്തം ഗേഹങ്ങളിലേക്ക് മടങ്ങിയടോ. വലൗ അഖാമു ഇൻദക മാ നഫഊക, ഇനി അവർ സ്വന്തം ഗേഹത്തിലേക്ക് മടങ്ങാതെ നിന്റെ അരികിൽ നിന്നതുകൊണ്ട് നിനക്ക് യാതൊരു പുണ്യവുമില്ല. ഇമ്മാലി ജന്നത്തിൻ ആലിയാ ഔ ഇമ്മാലി നാരിൻ ഹാമിയാ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ യാഥാർത്ഥ്യം എന്താണ്, നിന്റെ ഭാവി എന്താണ്? നീ സ്വർഗത്തിന്റെ അനുചരനാണോ, സ്വർഗത്തിന്റെ അഹിലുകാരനാണോ, അതല്ല നരകത്തിന്റെ തീക്കട്ടയാണോ? അറിയാൻ പോവുകയാണ്, അറിയാൻ പോവുകയാണ്. ആ സമയത്തല്ലേ നമുക്ക് രക്ഷ വേണ്ടത് മക്കളെ, അവിടെയല്ലേ നമുക്ക് വിജയം വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം വേണമോ? അല്ലാഹു പറയുന്ന വഴികളെ നിങ്ങളൊന്ന് കേൾക്കണേ. ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംർ, നമ്മുടെ മക്കൾ ഇന്ന് മദ്യപാനത്തിന് അടിമകളല്ലേ, നമ്മുടെ മക്കൾ ഇന്ന് കഞ്ചാവിന് അഡിക്റ്റല്ലേ, നമ്മുടെ മക്കൾ ഇന്ന് മയക്കുമരുന്ന് കൊത്തിവെക്കുകയല്ലേ. 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമകളാണ്, അടിമകളാണ്. പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. ഇവൻ പാതിരയോടടുത്ത സമയത്ത് ഗുളിക കഴിച്ചിട്ട് മുറിയിലേക്ക് കയറി വരുമ്പോ അവന്റെ ഉമ്മ അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്.
പറയല്ലേ എന്റെ പൊന്നുമ്മ. മയക്കുമരുന്ന് കഴിച്ച നിന്റെ മക്കൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്ക് കേൾക്കണോ ഉമ്മ. മൻ അത്അമ ശാരിബൽ ഖംറി ലുഖ്മതൻ മിനത്താ സല്ലല്ലാഹു അലൈഹി ഹയ്യതൻ വഅഖറബാ. മദ്യപാനത്താൽ മദോന്മത്തനായി അല്ലാഹുവിൻ വിരോധിച്ച വസ്തുക്കൾ കഴിച്ചിട്ട് ആരാണോ തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്, അത് ഭർത്താവാകട്ടെ, അത് വാപ്പയാകട്ടെ, അത് മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, വീട്ടിൽ കഴിയുന്ന വളയിട്ട പെണ്ണുങ്ങള്, അവർക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ സല്ലല്ലാഹു അലൈഹി ഹയ്യതൻ വഅഖറബാ. ആ പെണ്ണിന്റെ മൃതശരീരം ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം പാമ്പുകളെ, തേളുകളെ ആ ഖബറിൽ നിറയ്ക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. വിജയിക്കണോ പെങ്ങളെ, ഖബറിൽ രക്ഷ വേണോ പെങ്ങളെ, ഫജ്തനിബൂ. ഈ മയക്കുമരുന്നും കഞ്ചാവും മദ്യപാനവും ഒഴിവാക്കാൻ നിന്റെ മക്കളെ നീ പ്രേരിപ്പിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിനക്ക് വിജയം കൈവരിക്കാം. ഇല്ലെങ്കിൽ പോയി, നിന്റെ ജീവിതം പോയി. നിസ്കരിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല. അല്ലാഹു പറയുന്ന വാക്കാണ്, വിജയിക്കണോ ഈ മദ്യം നീ ഒഴിവാക്കണേ, മയക്കുമരുന്ന് ഒഴിവാക്കണേ. വിജയിക്കണോ ചെറുപ്പക്കാരോട് അള്ളാഹിന്റെ ചോദ്യമാണ്. എന്നിട്ട് ഈ മയക്കുമരുന്ന് മദ്യം അള്ളാഹ് എതിനാ ഉപമിച്ചത്? റിജ്സും മിൻ അമലി ശൈത്താൻ. ഇത് റിജിസാണ്, ഇത് പന്നി മാംസത്തിന് തുല്യമാ. ഈ മദ്യവും മയക്കുമരുന്നും ഈ ശംഭുവും തുളസിയും കഴിക്കുന്നവരെ പന്നിയോടാണ് അള്ളാഹു ഉപമിച്ചത്. നിങ്ങൾക്ക് വിജയിക്കണോ, ഫജ്തനിബൂ, അത് ഒഴിവാക്കടോ, ഒഴിവാക്കടോ. ലഅല്ലകും തുഫ്ലിഹൂൻ, നാളെ ആഖിറത്തിൽ നീ വിജയിച്ചേക്കാം. ദുനിയാവിലല്ല, ദുനിയാവിലല്ല. ദുനിയാവിൽ അടിച്ചാലേ നീ വിജയിക്കുള്ളൂ. ഇത് തൊള്ളയുടെ സൈഡിൽ കയറ്റി വെച്ചാൽ, നാക്കിനടിയിലൊക്കെ കയറ്റി വെച്ചാലേ വിജയിക്കുള്ളൂ. ഇപ്പൊ ബാൻഡേജ് പോലെ പുതിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഈ ഞരമ്പിൽ അത് ഒട്ടിച്ചു വെച്ചാൽ ഞാനും അറിയില്ല സംഭവം. നല്ല റാഹത്ത. 2 ആഴ്ചയായിട്ട് മദ്രാസ്, കൽക്കട്ട, ജംഷഡ്പൂർ, ബീഹാർ, ബിജ്നോർ, ഗുജറാത്ത്, പാകിസ്ഥാന്റെ ബോർഡർ വരെയൊക്കെ പോയിട്ട് വരാം ഒരു 3-4 ദിവസം കൊണ്ട്. അതിങ്ങനെ കുത്തിച്ചാണ് ഈ സാധനം. ടെക്നോ പാർക്കിൽ ഉറക്കം വരാതിരിക്കുന്നവരൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. ബാൻഡേജ് പോലത്തെ ഒരു സാധനം, ബാൻഡേഡ്. അതിങ്ങനെ അടിച്ചു വെച്ചാൽ ഉറക്കൊന്നും വരില്ല. നല്ല സൂപ്പർ സാധനം. ആളെ പോയി ചോദിച്ചാൽ മെഡിക്കൽ സ്റ്റോറി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോന്ന്. എളുപ്പമുള്ളവരല്ലേ. വായ നാറ്റം അടിക്കൂല, കെറുങ്ങുകയും ചെയ്യൂല, എന്നാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ പുതിയ പുതിയ സാധനങ്ങളാണ്. വിജയിക്കാൻ അള്ളാഹ് പറഞ്ഞ വഴിയാണ് ഭക്ഷണം. എന്നിട്ട് അള്ളാഹു രണ്ടാമത് വിജയിക്കാൻ പറഞ്ഞ വഴി എന്താ? ഹയ്യ അലാ സ്വലാഹ്. നമസ്കാരത്തിലേക്ക് വിളിക്കുന്നു. നമസ്കാരം, നമസ്കാരം, വാ നമസ്കാരത്തിലേക്ക്. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ വാക്കെന്താ? ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരം വിജയത്തിന്റെ വഴിയാണ്. ആദ്യം വിളിച്ച വാക്കെന്താ? നമസ്കാരത്തിലേക്ക് വാ. രണ്ടാമത് വിളിച്ചത് നിനക്ക് വിജയിക്കണോ, വാ. ഇവിടുത്തെ വിജയം നീ നോക്കണ്ട. ഇവിടുത്തെ വിജയമല്ല, നിനക്ക് ആഖിറത്തിൽ വിജയിക്കണോ. ഖബറിൽ പള്ളിക്കാട്ടിൽ എല്ലാവരും ഒറ്റക്കൊണ്ടിട്ടിട്ട് പോകുമ്പോൾ നിനക്ക് വിജയിക്കണോ, വിജയിക്കണോ, വാ വാ വാ. വിളിയെന്ന് വിളിയാണ്. ആ വിളിക്ക് ഉത്തരം നൽകാത്തവൻ മുഅ്മിനല്ല. ആ വിളിക്ക് ഉത്തരം നൽകാത്തവൻ മുഅ്മിനല്ല. അതാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് ഈ വിളി കേൾക്കുമ്പോ വിറയൽ വരും, പണിയെല്ലാം മാറ്റിവെക്കും.